നമസ്കാരം, ചിലഞ്ചറാബിൻ SSC ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് CHSL വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ CGL വേണ്ടിയിട്ടുള്ളതും NTPCക്ക് വേണ്ടിയിട്ടുള്ളതും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ലെറ്റർ സീരീസും നമ്പർ സീരീസും കോഡിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു വെക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൂടി ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ കോഴ്സും അതിൽ അവൈലബിൾ ആണ്. അപ്പൊ എന്തായാലും ജോയിൻ ചെയ്ത് പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കാം. അല്ലാതെ നമുക്ക് CHSL ഫുൾ കിട്ടത്തില്ല. ആപ്പിലാകുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് സിലബസ് ഉൾപ്പെടെ കിട്ടും. അപ്പൊ ഇത് CHSL വേണ്ടിയിട്ടുള്ള ലെറ്റർ സീരീസ് ആണ്. കുറച്ചുകൂടി എന്താണ് ഡിഫിക്കൽട്ടി ലെവൽ NTPCക്കാളും CGL കുറവായിട്ടുള്ള ഒരു എന്താണ്. അപ്പോ നമ്മൾ ഈ സാധാരണ നോക്കുമ്പോ CGL നമ്മൾ നോക്കി NTPC നോക്കി കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. നല്ല പുതിയ പാറ്റേണിലൊക്കെ വരുമ്പോ, അതായത് ബ്ലഡ് റിലേഷനും ഒക്കെ പുതിയ പാറ്റേൺ ഒക്കെ അനലോഗി ഒക്കെ പുതിയ പാറ്റേൺ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. സോ അതുകൊണ്ട് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പൊ ലെറ്റർ സീരീസ് എന്ന് പറയുന്നത് അറിയാലോ, നിങ്ങൾക്ക് കുറച്ച് ലെറ്റേഴ്സ് ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇതിപ്പോ മൂന്നെണ്ണം വെച്ചിട്ടാണ്. 3 തന്നെ വരണമെന്നില്ല, 4 വരാം, എങ്ങനെ വേണോ വരാം. അപ്പൊ അങ്ങനെ തരും. അപ്പൊ അതെന്ത് എങ്ങനെയാണ് അടുത്ത നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നത്, ലെറ്റേഴ്സ് കണ്ടുപിടിക്കുന്നത്. അതിൽ ലെറ്റർ കോഡിങ്ങും ഉണ്ട്, നമ്പർ കോഡിങ്ങും, പിന്നെ ഇത് ലെറ്ററും നമ്പറും കൂടി വരുന്ന അങ്ങനത്തതും ഉണ്ട്. ബോത്ത് കമ്പൈൻഡ് ആയിട്ട് വരുന്നതും ഉണ്ട്. ഇതിൽ നമ്മളിപ്പോ ലെറ്റർ സീരീസ് മാത്രമാണ് നോക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം, ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ട് നിങ്ങൾ എക്സാമിന് പോകുമ്പോഴായിട്ടും എഴുതി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും കേട്ടോ. അതായത് ഓരോ നമ്പറിനും കറസ്പോണ്ടൻസ് ആയിട്ടുള്ള നമ്പേഴ്സ് ഇട്ട് വെക്കുക. അപ്പൊ 13 വരെ ഇവിടെ എഴുതുക, അതിട്ട് തിരിച്ചെഴുതുക. അപ്പൊ അങ്ങനെ ഇട്ട് വെക്കുമ്പോൾ കൂടുതൽ ലെറ്റർ സീരീസ് ഇതിൽ നിന്ന് എളുപ്പത്തിൽ കിട്ടും. നമ്മൾ വീണ്ടും ഇതെങ്ങനെ വന്നു എന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു നമ്പർ എഴുതി വെക്കുകയാണെങ്കിൽ, അതായത് ലെറ്റേഴ്സും നമ്പേഴ്സും എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ. ഇപ്പൊ ഈ വീഡിയോയിലുള്ളതെല്ലാം ആഡ് ചെയ്യുക, കുറയ്ക്കുക, അങ്ങനെയുള്ളത് മാത്രമേ പോകുന്നുള്ളൂ. ഓരോ നമ്പേഴ്സും പല രീതിയിൽ ആഡ് ചെയ്ത് പോകും, പല രീതിയിൽ ചിലപ്പോൾ സബ്ട്രാക്ട് ചെയ്ത് പോകും. അങ്ങനെ നമുക്ക് സീരീസ് കിട്ടും. അപ്പൊ നമുക്ക് ഒന്നാമത്തെ നോക്കാം. അതിപ്പോ FNV LUE എന്നാണ് പോയിരിക്കുന്നത്. FNV LUE അങ്ങനെയാണ് പോയിരിക്കുന്നത്. അപ്പൊ അടുത്തതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ആദ്യത്തെ ലെറ്റർ നോക്കുകയാണ്. F ഇവിടെ 6 ആണ് അല്ലേ. അപ്പൊ F കഴിഞ്ഞിട്ട് L എത്രാമതാണ് ആഡ് ചെയ്താണ് പോയിരിക്കുന്നത്. അപ്പൊ L എത്രാമതാണെന്ന് നോക്കുക. 1 2 3 4 5 6 +6 ആണ് F-ഉം L-ഉം തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, +6. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലെറ്റർ സീരീസ് ഞാൻ ബേസിക് അല്ല പഠിക്കുന്നത്, ജസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ്. അല്ലാതെ ആദ്യമായിട്ട് ബേസിക് ഒക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം പഠിക്കേണ്ടി വരും. അപ്പൊ അതിനാണ് ഞാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാൻ പറഞ്ഞത്. അപ്പൊ ഞാനിത് CGL-ഉം NTPC-ക്കും ലെറ്റർ സീരീസും ബേസിക്കും കുറെ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഇതിലെന്ത് പെട്ടെന്ന് നമ്മൾ എങ്ങനെയാണെന്നുള്ള ലോജിക്ക് മാത്രം പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവർക്ക് ചിലപ്പം എങ്ങനെ ഇത് കിട്ടുന്നു എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യാം, NTPC CHSL എഴുതുന്നവർക്ക് എന്ത് ചെയ്യാം, NTPC-യും CGL-ന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടുനോക്കി അത് എങ്ങനെയാണെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പൊ ഇത് +6 ആണ് പോകുന്നത്. അടുത്ത N-ഉം U-ഉം തമ്മിൽ നോക്കുകയാണ്. N-ഉം U-ഉം തമ്മില് 1 2 3 4 5 6 7 ആണ്, 7 ആണ് പോയിരിക്കുന്നത് അല്ലെ. 7 +7 ആണ്. അടുത്ത V-യും E-യും തമ്മില് 1 2 3 4 5 6 7 8 9 ആണ് പോയിരിക്കുന്നത്. നമ്മൾ പ്ലസ് ചെയ്ത് നോക്കുകയാണ് എങ്ങനെയാണ് പോയിരിക്കുന്നതെന്ന്. അപ്പം അടുത്തത് കണ്ടുപിടിക്കാനല്ല, നമ്മൾ ഈ XIW-ഉം DPF-ഉം തമ്മിലും ഇത് നോക്കുമ്പോൾ ഇതേ നമ്പർ തന്നെയാണ് പോകുന്നത്. അതായത് XA+R ആണ് D വരുന്നത്. അടുത്ത I+P എന്ന് പറയുന്നത് എത്ര തന്നെയാണ്, 7 തന്നെയാണ്. W-ഉം F-ഉം തമ്മിലുള്ള ഡിഫറൻസ് 9 തന്നെയാണ്. അപ്പൊ അതെന്താണ്, ഓരോ നമ്പേഴ്സും ഇങ്ങനെയാണ് പോകുന്നത്. അതായത് +6 പോകുന്നുണ്ട്, അത് +7, അത് കഴിഞ്ഞിട്ട് +9 ആണ്. അപ്പം LUE കഴിഞ്ഞിട്ടുള്ള അടുത്ത സീരീസ്, അടുത്ത നമ്പറിന്, അടുത്ത വാക്കിനും എന്ത് തന്നെയായിരിക്കും, ഇതുപോലെ ആയിരിക്കും പോകുന്നത്. അപ്പം L+6 എന്ന് പറയുമ്പോ 6 ആണ് വരുന്നത്. ഓക്കെ, L+6 6 ആണ്. 6 എന്നുള്ള ഒരു ഓപ്ഷനുള്ള അപ്പൊ തന്നെ നമുക്ക് കറക്റ്റ്, എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഉറപ്പിക്കാൻ വേണ്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. അടുത്ത N ആണ്. N രണ്ടാമത്തെ അക്ഷരം എത്ര ആഡ് ചെയ്താണ് പോകുന്നത്, +7 ആണ്. ഓക്കെ, രണ്ടാമത്തത് +7 ആണ്. U ആണ് അല്ലെ. U ന്ന് +7 ആഡ് ചെയ്തേ. 1 2 3 4 5 6 7 D ആണ്. അടുത്ത് V-യും അടുത്ത E ആണ്. ലാസ്റ്റ് ലെറ്റർ എങ്ങനെയാ പോകുന്നത്, +9 ആണ്. അപ്പം ഇവിടെ നമുക്ക് E ഉണ്ട്. E +9 എത്ര കിട്ടും, 2 3
എൻ എന്ന് വരും. RBN എന്ന് കിട്ടും. നമുക്ക് ഓപ്ഷനിൽ കറക്റ്റ് RBN ഉണ്ട്. ഓക്കെ, അടുത്ത് ഇനി ഈ നമ്മൾ 10-15 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിൽ എല്ലാം എന്താണ് ഈ ആഡിങ്ങും ഡിവിഷനും തന്നെയാണ്. ഇത് എന്തിനാണ് നിങ്ങൾക്ക് ഇത്രയും ഒരേപോലുള്ള തരുന്നത് വെച്ചാൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിതിന് ലോജിക്ക് പറഞ്ഞുതരും. നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ കാണുന്നില്ലേ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്തു തുടങ്ങാം. നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുന്നത് നോക്കിയിട്ട് ചെയ്തു തുടങ്ങാം. ഡൗട്ട് ഉണ്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ അതിന്റെ ലോജിക്ക് പറഞ്ഞു പോകുന്നുണ്ട്. എത്രയാണ് ആഡ് ചെയ്യുന്നത് പറഞ്ഞു പോകുന്നതേ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. ഓക്കെ, അടുത്ത CKS LRC ആണല്ലോ. അപ്പൊ ഇതിൽ എങ്ങനെയാണ് പോകുന്നത് നോക്കാം. സിയും എല്ലും ഉണ്ട് അല്ലെ. 1 2 3 4 5 6 7 8 9 ആണ്. അപ്പൊ ഇത് രണ്ടും 9 ആണെങ്കിൽ ഇത് രണ്ടും 9 ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തോളാം കേട്ടോ. ഡിയും എം തമ്മിൽ എന്ത് തന്നെയാണ്, 9 തന്നെയാണ്. അടുത്ത് കെയും ആറും നോക്കണേ. കെയും ആറും നോക്കുമ്പോൾ +7 ആണ് വരുന്നത്. +7 കെയും ആറും +7. അതുപോലെ ഇവിടെ എഫും എമ്മും എത്ര തന്നെയാണോ വരുന്നത് നോക്കാം. 7 തന്നെയാണ് വരുന്നത്. ഇനിയുള്ളത് ഏതാണ്, എസും സിയും ആണ് അല്ലെ. എസും സിയും വരുന്നത്, എസ് എവിടെയാണ്, 1 2 3 4 5 6 7 8 9 10 ആണ്. അതുപോലെ തന്നെയാണ് ഡബ്ല്യുവും ജിയും തമ്മിലുള്ളത്. അപ്പൊ LRC കഴിഞ്ഞിട്ടുള്ള അടുത്തതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. L+9 ചെയ്യുമ്പോൾ നമുക്ക് 1 2 3 4 5 6 7 8 9 യു കിട്ടും. അപ്പൊ പ്ലസ് എന്താണ്, ആദ്യത്തേത് +9, അത് കഴിഞ്ഞിട്ട് +7, അത് കഴിഞ്ഞിട്ട് +10, അങ്ങനെയാണ് പോകുന്നത് ഓരോ ലെറ്റേഴ്സും. ഓക്കെ, ഈ ഡബ്ല്യുവും ജിയും തമ്മിലും +10 ഡൗട്ട് വരാതിരിക്കാനാണ് ഞാൻ എല്ലാം എഴുതി പോകുന്നത്. അടുത്ത ആറും രണ്ടാമത്തെ തമ്മിൽ +7 ആണ്. അപ്പം ആറും R+6 എന്ന് പറയും, സോറി R+7 എന്ന് പറയുമ്പോൾ ഒയ് കിട്ടും. UY കിട്ടി. അടുത്ത +10 അല്ലേ. +10 എന്ന് പറയുമ്പോ C+10 എന്ന് പറയുമ്പോ M കിട്ടും. UYM എന്നാണ് നമ്മുടെ ആൻസർ. ഇവിടെ ആൻസർ ഉണ്ട് D, സോറി 2, രണ്ടാമത്തെ ഓപ്ഷൻ ആണ് കേട്ടോ. അതുപോലെ തന്നെയാണ് അടുത്തത് ZRJ EUK JXL അങ്ങനെയാണ് പോയിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ഒരു ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇസഡും ഇയും തമ്മില് 1 2 3 4 5 ആണ്. ഇസഡും ഇയും തമ്മിൽ എത്രയാണ്, 5 ആണ്. +5 ആണ് നമുക്കറിയാം. അടുത്ത് ഇയും ജെയും തമ്മിലോ 1 2 3 4 5, അതും ഇപ്പൊ ആദ്യത്തെ നമ്പേഴ്സ് +5 ആണെന്ന് നമുക്ക് കിട്ടി. അടുത്ത രണ്ടാമത്തെ നമ്പറിൽ ആറും യുവും നോക്കുകയാണ്. 1 2 3 +3 അല്ലേ ആറും യുവും. അടുത്തതിൽ അതുപോലെ ബാധകമാണോ നോക്കുക. യുവും എക്സും തമ്മിലും എന്ത് തന്നെയാണ്, +3 തന്നെയാണ്. ഇനി ലാസ്റ്റ് നമ്പേഴ്സ് ആണ്, ജെയും കെയും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ജെയും കെയും എന്താണ്, അടുത്തടുത്ത അക്ഷരമാണ്. JKL M, അപ്പൊ അടുത്തത് M ആയിരിക്കും. ഓക്കെ, അടുത്തത് JXLന്റെ നെക്സ്റ്റ് നമ്പർ ആണ് കണ്ടത്. JXL ഇവിടെ ഉണ്ട്, അത് നമ്മൾ എടുത്ത് അടുത്ത വാക്കിന് വേണ്ടിയിട്ട് +5 ആണ്. J+5 എന്ന് പറയുമ്പോ 1 2 3 4 5 ആണ്. O ആണ് ആൻസർ. അടുത്ത X+5 ആണ്, രണ്ടാമത്തത് X ആണ്. X+5 1 2 3 4 5 ആണ്. അടുത്ത X+5 അല്ല, X+3 ആണ്. X+3 എന്ന് പറയുമ്പോൾ 1 2 3 A വരും. അടുത്ത നിങ്ങൾക്ക് എന്താണ്, അടുത്ത നമ്പർ ആണ് കൊടുക്കേണ്ടത്. L കഴിഞ്ഞിട്ട് M, OAM ആണ്. ഓക്കെ, ഇത് മനസ്സിലാക്കുക, ഈ ലോജിക്ക് മനസ്സിലാക്കുക. നെക്സ്റ്റ് അതുപോലെ കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അടുത്ത DLT എഴുതുന്നത് ഇവിടെ തന്നെ പറയാം. DLT ഉണ്ട്, ZHP ഉണ്ട്, VDL ഉണ്ട് അല്ലെ. അപ്പൊ ഡി നോക്കൂ, ഡി കഴിഞ്ഞിട്ട് അടുത്ത് ഇസഡ് ആണ് അല്ലെ. ഡി കഴിഞ്ഞിട്ട് ഇസഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡി ഇസഡ് എന്ന് പറയുമ്പോൾ തിരിച്ച് ഇങ്ങനെ ഈ ഒരു റൗണ്ടിൽ ഇങ്ങനെ ഇസഡ് വരരുത്. ഡി ഇപ്പുറത്ത് നോക്കുക കേട്ടോ. തൊട്ട് ഇവിടെ കൂടി ഇസഡ് വരാം. ഇത് 1 2 3 4 അത് ഇസഡ് ആയി. അപ്പൊ -4 ആണ്. ഡിയും ഇസഡും -4 ആണ്. അടുത്ത എല്ലും ഹെച്ചും നോക്കാം. എല്ലും ഹെച്ചും എന്ത് തന്നെയാണ്, -4 ആണ്. എല്ലും ഹെച്ചും എന്ത് തന്നെയാണ്, -4 തന്നെയാണ്. ഇനിയുള്ളത് ടിയും പിയും അല്ലെ. ടിയും പിയും എന്ത് തന്നെയാണ്, -4 തന്നെയാണ്. അപ്പൊ എല്ലാം എന്ത് തന്നെയാണ്, -4 ചെയ്താൽ മതി. ഈ -4 തന്നെയാണോ നോക്കാൻ ഇതും കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ZV, ZH, HD, TL ഇതും കൂടി ഒന്ന് നോക്കുക. അപ്പൊ എല്ലാം എന്ത് തന്നെയാണ്, -4 തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ഇവിടുത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് VDL എന്ന് എഴുതി അടുത്ത എന്ത് ചെയ്യുക, V എന്ന് മൈനസ് ചെയ്യുക കേട്ടോ. 1 2 3 4 6 കിട്ടും. അടുത്ത D എന്ന് മൈനസ് ചെയ്യുക, -4 ചെയ്യുക. 1 2 3 4 ചെയ്യുക.
ഇസഡ് കിട്ടും. അടുത്ത എല്ലിന്ന് -4 ചെയ്യുക, 1 2 3 4 ഹെച്ച് കിട്ടും. RZ H എന്ന് നമുക്ക് ഇവിടുത്തെ ഓപ്ഷൻ കിട്ടും. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻ. ഒരുവിധം മനസ്സിലായല്ലോ, എല്ലാം പ്ലസും മൈനസും ചെയ്യണം. അത് തെറ്റാൻ പാടില്ല, ഒരു ചെറിയ തെറ്റ് തന്നെ മൊത്തത്തിൽ മാറും. അതുകൊണ്ട് അടുത്ത് നോക്കുകയാണ്. അടുത്തത് LDPയും GHOയും ആണ്. അത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കാം എത്രയാണ് ഡിഫറൻസ് വരുന്നതെന്ന്. അതിനനുസരിച്ച് ബാക്കിയുള്ളത് നമുക്ക് ചെയ്ത് നോക്കാം. LDP നോക്കിയേ, എല്ലും ഡിയും തമ്മില് എല്ലും ജിയും തമ്മില് 1 2 3 4 5 ആണ്. -5 ആണ് എല്ലും ജിയും തമ്മിലുള്ളത്, -5 ആണ്. അടുത്ത ഡിയും ഹെച്ചും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയേ, 1 2 3 4 ആണ്, +4 ആണ്. രണ്ടാമത്തെ അക്ഷരം +4 ആണ് വരുന്നത്. പിയും ഓയും അല്ലേ അടുത്ത, പിയും ഓയും എന്താണ്, -1 ആണ്. ഇവിടെയും എല്ലാം അങ്ങനെയാണോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഒന്നാമത്തേത് എന്ത് തന്നെയാണ്, -5, രണ്ടാമത്തെ അക്ഷരം +4, മൂന്നാമത്തെ അക്ഷരം -1 ആണ്. അപ്പൊ നമുക്ക് അടുത്തത് കണ്ടുപിടിക്കാൻ WPM ഉണ്ട്. ഒന്നാമത്തെ അക്ഷരം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, -5 ആണ്. അപ്പൊ W -5 എന്ന് പറയുമ്പോൾ 1 2 3 4 5 എന്ന് വരും. R അല്ലെ. അടുത്ത് P എന്ന രണ്ടാമത്തെ അക്ഷരം എങ്ങനെയാണ്, +4 ആണ്. അപ്പൊ P +4 എങ്ങനെയാണ്, 1 2 3 4 R T ആണ്. അടുത്തത് -1 ആണ്. M -1 എത്രയാണ്, L ആണ്. RTL നമ്മുടെ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ലോജിക്ക്. നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക കേട്ടോ. അടുത്ത BDC EFG ഉണ്ട്. ഡിയും ഇയും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, 1 2 3 ആണ്. +3 ആണ് ഒന്നാമത്തെ അക്ഷരം പോകുന്നത്. രണ്ടാമത്തത് ഡിയും ജിയും അല്ലേ, 1 2 3, അതും എന്ത് തന്നെ, +3 തന്നെയാണ്. ഇനിയുള്ളത് സിയും എഫും അല്ലേ, 1 2 3, അതും എന്ത് തന്നെയാണ്, +3 ആണ്. അപ്പൊ എല്ലാം +3 ആണ്. ഇത് കറക്റ്റ് ആണെന്ന് അറിയാൻ ഇത് രണ്ടും കൂടി ഒന്ന് നോക്കുക കേട്ടോ. അപ്പൊ അതും എന്ത് തന്നെയാണ്, +3 തന്നെയാണ്. അപ്പൊ എല്ലാം +3 തന്നെയാണ് വരുന്നത്. ഇനി അടുത്ത ലെറ്റർ നമുക്ക് കണ്ടുപിടിക്കണം. HJI ആണ് കേട്ടോ. HJI എന്ന് പറയുമ്പോൾ +3 എത്തുമ്പോൾ 1 2 3 4 ആണ്. 1 2 3 ആണ്, +3 ആണല്ലോ, K ആണ് വരുന്നത്. അടുത്ത J +3 എന്ന് പറയുമ്പോൾ 1 2 3 M വരും. I +3 എന്ന് പറയുമ്പോൾ 1 2 3 L വരും. KML ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ ആണ്. ഓക്കെ, അതുപോലെ അടുത്തത് നമുക്ക് ഇതിൽ തന്നെ നോക്കാം കിട്ടുന്നുണ്ടോ എന്ന്. YAUവും DFZും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നോക്കുന്നത്. YD വരുമ്പോ 1 2 3 4 5 ആണ്. ഓക്കെ, എന്താണ്, Yയും Dയും തമ്മിലുള്ള ഡിഫറൻസ് +5 ആണ്. അടുത്ത് എയും എഫും തമ്മിലുള്ളത് 1 2 3 4 5 തന്നെയാണ് എയും എഫും വരുന്നത് അല്ലെ. അടുത്ത് യുവും ഇസഡും ആണ്, 1 2 3 4 5 തന്നെയാണ് അത്. അപ്പൊ ഇതിലെല്ലാം എന്ത് തന്നെയാണ് വരുന്നത്, +5 ആണോന്ന് അടുത്തതിൽ കൂടി ചെക്ക് ചെയ്യുക, കറക്റ്റ് ആണോ പോകുന്നത് എന്നുള്ളത്. ഒരെണ്ണത്തിൽ കിട്ടിയെന്ന് നമുക്ക് അടുത്തത് ഒക്കെ DI 5 തന്നെയാണ്, എഫും K 5 തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് കണ്ടുപിടിക്കാം. NPJ ആണല്ലോ നമുക്ക് തന്നിട്ടുള്ളത്. അടുത്തത് കണ്ടുപിടിക്കാനായിട്ട് N +5 1 2 3 4 5 S. P +5 1 2 3 4 5. J +5 1 2 3 4 5. CUO. ഓപ്ഷൻ 1. ഓക്കെ, ആദ്യമായിട്ട് കാണുന്നവർക്ക് ചെറിയ ബുദ്ധിമുട്ട് തോന്നും, പക്ഷെ എളുപ്പത്തിൽ വന്നോളും കേട്ടോ. അടുത്തത് നമുക്ക് ഇവിടെ തന്നെ നോക്കാം ജസ്റ്റ് എത്രയാണെന്ന്. Pയും Rഉം +2 അല്ലേ. അടുത്ത് Qവും Tയും നോക്കുമ്പോ +3. Rഉം Vയും നോക്കുമ്പോ 1 2 3 4. അപ്പൊ +2 +3 +4 അങ്ങനെയാണ് ഓരോ ലെറ്ററും തമ്മിൽ പോയിരിക്കുന്നത്. ആദ്യം +2 ചെയ്യുക, പിന്നെ +3 ചെയ്യുക, +4. അത് കറക്റ്റ് ആണോന്ന് അടുത്ത ലെറ്ററിൽ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം R +2 വരുന്നുണ്ട്, +3 വരുന്നുണ്ട്, +4 വരുന്നുണ്ട്.
അതുപോലെ നമുക്കിനി അടുത്തത് കണ്ടുപിടിക്കാനായിട്ട് VZD എഴുതിയിട്ടുണ്ട്. ആദ്യം +2 അല്ലേ ചെയ്യേണ്ടത്? V+2 എന്ന് പറയുന്ന 1 2 ആണ്, x വരും. Z+2 എന്ന് പറയുമ്പോ C വരും. D+2 എന്ന് പറയുമ്പോ സോറി 3 ആണ്, +2 ആദ്യം ചെയ്യുക, +3 പിന്നെ +4 ആണ്. അപ്പൊ D+3 എന്ന് പറയുമ്പോ 1 2 3 4 XCH എന്ന് പറയും. ഓപ്ഷനിൽ ഇവിടെ H ഇല്ലാത്തതാണ് കേട്ടോ. ഓപ്ഷൻ വരുന്നത് 4 ആണ്, XCH എന്ന് വരും. അടുത്ത ചോദ്യം നോക്കാം. Yയും Cയും തമ്മിൽ എത്രയുണ്ട്? 1 2 3 4 ആണ്. ഞാൻ ഇവിടെ എഴുതുകയാണ്, ഇവിടെ തന്നെ എഴുതുകയാണ്, +4 ആണ് വരുന്നത്. അടുത്ത് Qയും Zഉം തമ്മിൽ ഇച്ചിരി വലിയ ഡിഫറൻസ് ആണ് അല്ലെ. 1 2 3 4 5 6 7 8 9 വരുന്നുണ്ട്. QZഉം +9 വരുന്നുണ്ട്, +9 ആണ് ഇത്. അടുത്ത Iയും Qയും തമ്മിൽ 1 2 3 4 5 6 7 8 +8 ആണ്. അത് തന്നെയാണോ മറ്റതിൽ വന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഓക്കെ, ആദ്യത്തെ ലെറ്റർ 4 തന്നെ, +4 തന്നെയാണ്. രണ്ടാമത്തെ ലെറ്റർ +9 ആണ്. മൂന്നാമത്തെ ലെറ്റർ +8 ആണ്. നമുക്ക് എന്താ ഉള്ളത്? KRG ഉണ്ട്. അടുത്ത ലെറ്റർ കണ്ടുപിടിക്കണം. K+4 1 2 3 4 O വരും. R+9 1 2 3 4 5 6 7 8 9 A വരും. അടുത്ത G+8 ആണ് അല്ലെ. 1 2 3 4 5 6 7 8 OAO. ഓക്കെ, നമ്മുടെ ഓപ്ഷൻ 3 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കോളം, അതായത് ഈ ഒരു ബോക്സ് വരയ്ക്കുന്നുണ്ടുള്ള യൂസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു ബോക്സ് വരച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ നമുക്ക് ഈ +3 ആണ് +4 ആണ് ആഡ് ചെയ്യാനൊക്കെ മനസ്സിലായി കാണും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല? വരച്ച് നോക്കുമ്പോ എണ്ണി നോക്കുമ്പോ കൈയൊക്കെ വെച്ച് നോക്കുമ്പോ തന്നെ ഒത്തിരി ടൈം ആവും. സോ ഇതുണ്ടെങ്കിൽ പെട്ടെന്ന് വരച്ച് എഴുതാൻ പറ്റും, എണ്ണി എഴുതാൻ പറ്റും. അടുത്തത് NDGB OFJF ആണ് അല്ലെ. Nഉം Oയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയേ, +1 ആണ്, +1. Dയും Fഉം തമ്മിലുള്ളത് +2 ആണ്. Gയും Jയും തമ്മിലുള്ളത് +3 ആണ്. Dയും Fഉം തമ്മിലുള്ളത് 4 ആണ്. അപ്പൊ +1 +2 +3 +4. ഇത് കറക്റ്റ് ആയിട്ട് അങ്ങനെയാണോ പോകുന്നതെന്ന് നോക്കിക്കോണം കേട്ടോ. അല്ല, അടുത്ത Tയും Xഉം തമ്മിൽ നോക്കുമ്പോ 1 2 3 4 ആണ്. അപ്പോ എന്താണ്? ഫസ്റ്റ് ലെറ്റർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 4 ആണ്. നമുക്ക് ഇവിടെ 1 ആയിരുന്നു, ഇവിടെ എത്തുമ്പോ അത് 2 ആയി, ഇവിടെ എത്തിയപ്പോ അത് 3 ആയി, ഇപ്പുറത്ത് വീണ്ടും എത്തുമ്പോ അത് 4 ആവും. അത് ഓർത്ത് പോകണം. അടുത്ത് M ഉം R ഉം തമ്മിൽ നോക്കുകയാണ്. M ഉം R ഉം നോക്കുമ്പോ 1 2 3 4 5 ആയി കഴിഞ്ഞു. അപ്പൊ എന്ത് ചെയ്യാണ്? ഇതിലിപ്പോ 1 2 3 4 എന്നായിരുന്നു ഒന്നാമത്തതിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ രണ്ടാമത്തതിൽ +2 +3 +4 അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. അപ്പൊ ഓരോന്നിലും ഉള്ളത് എന്ത് ചെയ്യണം? 1 വെച്ച് ആഡ് ചെയ്ത് പോവാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് OFJF കണ്ടുപിടിക്കാം. OFJF എന്ന് പറയുമ്പോഴത്തേനും +1 ആയിരുന്നത് +2 ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ +2 ചെയ്യുമ്പോഴത്തേനും Q വരും. അടുത്ത നേരത്തെ എന്താണ്? 2 ഉണ്ടായിരുന്നത് 3 ആയി എന്ന് വെക്കുക. അപ്പൊ Fൻ്റെത് I വരും. J ഉണ്ടായിരുന്നത് ഇവിടെ ആദ്യത്തെ നോക്കിയപ്പോ 3 ആയിരുന്നു, ഇനി അതെന്താവും? 4 ആവും. N വരും അല്ലെ, +4. F ഉണ്ടായിരുന്നത് ആദ്യം നമുക്ക് ഇവിടെ 4 ആയിരുന്നു, ഇനി അത് 5 ആവും. 1 2 3 4 K. അപ്പൊ ഇത് 2 ആണ്, ഇത് +2, ഇത് +3, ഇത് +4, ഇത് +5. അതായത് ആദ്യത്തേത് +1 +2 +3 +4 ആയിരുന്നു, രണ്ടാമത്തേത് +2 +3 +4 +5. അങ്ങനെ ഓരോ നമ്പർ കൂടിയാണ് പോകുന്നത്. അതാണ് ഇതിന്റെ ഒരു കണക്ക് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഓരോന്നും
പോകുന്നത് എല്ലാം അഡിഷനും സബ്ട്രാക്ഷനും തന്നെയാണ്. അപ്പൊ നമ്മൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ലോജിക് എല്ലാത്തിലും പറഞ്ഞു തരുന്നുണ്ട്. അത് ഇപ്പൊ ഞാൻ ചെയ്ത് നോക്കിയോണ്ട് എനിക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഈ ബോക്സ് വരച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് എണ്ണി എഴുതാൻ പറ്റും. ഇല്ലെങ്കിൽ ബോക്സ് വരച്ചില്ല എങ്കിൽ എന്ത് ചെയ്യാം, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇരുന്ന് കൈകൊണ്ടൊക്കെ എണ്ണി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇത് വരച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ജസ്റ്റ് എണ്ണി അങ്ങ് എഴുതാൻ പറ്റും. അപ്പൊ ഇത് എല്ലാവരും ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.